എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിലോ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഞാൻ പറഞ്ഞത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എങ്കിൽ നമ്മൾ പറയാം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എങ്കിൽ പൗലോസിനെ ഒരു കാരണവശാലും ജാതികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട. ഈ ജാതികൾ ആരാ? ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവർ. ഓക്കെ, യഹൂദന്മാരല്ലാത്തവരെന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിന്റെ അകത്തുള്ള ബാക്കിയുള്ള ഞാൻ പറഞ്ഞത് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യഹൂദൻസ് ജൂതൻസ് പറഞ്ഞ മൊത്തം ഒരു പട്ടിക കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പല പല ഗോത്രങ്ങളുണ്ട്. ഇതിൽ പല പല ഗോത്രങ്ങളുണ്ട്. ഇസ്രായേൽസിനകത്ത് പല പല ഗോത്രങ്ങളുണ്ട്. അവരൊഴികെയുള്ള മറ്റു ജാതികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലുമല്ല. അത് ഒന്നുകൂടെ ബ്രദർ വായിച്ചിട്ട് വരും, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം അത് പൗലൂസിനെയും ആദ്യം പത്രോസിനെയും പിന്നെ പൗലൂസിനെ അയച്ചത് യഹൂദന്മാരെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കണം. ആ യഹൂദന്മാരെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് യഹൂദന്മാരുണ്ട്, ലേവ്യരുണ്ട്, ബെന്യാമിൻ ഗോത്രത്തിന്റെ പകുതിയുണ്ട്. ഇവരെ മൂന്നുപേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് യഹൂദന്മാർ. ഓക്കെ, ഇതിന് വെളിയിലുള്ളവരെ എല്ലാം അവർ കണ്ടിരുന്നത് ജാതികളായിട്ടാണ്. യഹൂദന്മാർ കണ്ടിരുന്നത് ബാക്കിയുള്ള ഗോത്രങ്ങളെ ജാതികളായിട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ കടക്കാതെ നമ്മുടെ യോർദാൻ നദി കടന്നിപ്പുറത്ത് വരാതെ അവിടെ തമ്പടിച്ച കുറെ ആൾക്കാരുണ്ട്. സോ ഇങ്ങനെ ലോകം മുഴുവൻ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഇസ്രായേലിലുള്ള മറ്റുള്ള ഗോത്രങ്ങളെ അറിയിക്കാനാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോകണമെന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈവൻ നമ്മുടെ തോമസ് പോലും ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ സുവിശേഷം പറയാനല്ല വന്നത്. അദ്ദേഹം വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളെല്ലാം യഹൂദന്മാർ താമസിക്കുന്ന പോക്കറ്റുകളാണ്. ഗോവയാണെങ്കിലും ചെന്നൈയിലുള്ള സ്ഥലമാണെങ്കിലും കൊച്ചിയിലുള്ള സ്ഥലമാണെങ്കിലും അദ്ദേഹം അന്വേഷിച്ച് വന്നത് യഹൂദ ഗോത്രത്തിനകത്തും ഇസ്രായേൽ ഗോത്രത്തിനകത്തുള്ള ആൾക്കാരെയാണ്. കൂട്ടത്തിൽ ഇവിടെയുള്ള ആൾക്കാർ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറച്ച് പേര് കൺവേർട്ടായി വന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുടെ. അപ്പോൾ ഞാനൊരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ആ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേന് ഒരു എണ്ണം പറയുന്നുണ്ട്, അറിയാമല്ലോ. നമുക്ക് ആ ഒരു എണ്ണം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്ന വേറൊരു ഇതാണ് 144,000 പേർ. ഇതെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ 12,000 വെച്ചുള്ള എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കൂടാതെ ഒരു അനേകായിരം ഒരു സമൂഹത്തെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് രക്ഷ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, ജാതികൾക്ക് സൗഖ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആരും ഈ രക്ഷയിലേക്ക് വരില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പറയട്ടെ, ബൈബിൾ പറഞ്ഞ രക്ഷ എന്ന് പറയുന്നത് യഹൂദന്മാരോട് പറഞ്ഞ രക്ഷ അവരുടെ രാജ്യം സ്ഥാപിക്കും എന്നുള്ള രക്ഷയാണ്. അത് അവർക്ക് ജാതികൾ യഹൂദന്മാർക്ക് ഒരു രാജ്യം കൊടുക്കുന്നു. അതിപ്പോൾ അവർക്ക് രാജ്യമായി, ഇസ്രായേലിക്ക് രാജ്യമായി. പക്ഷേ ആ ഇസ്രായേലും കടന്ന് ഈ ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും ഈ ആശയവും ഈ സുവിശേഷവും ഒക്കെ കടന്നു ചെന്നിട്ടുണ്ട്. കടന്നു ചെന്നവരാരും നമ്മളീ പറഞ്ഞ പോലെ ആ ദൈവത്തിന്റെ പദ്ധതി വെറും ഈ ഭൂമിയിലെ രാജ്യമല്ല. അത് ഞാനീ പറയാം. ഇപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ റോള് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലും എല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയതല്ല, അത് സ്ഥാപിതമായ ചില ആശയങ്ങളും ഉദ്ദേശശുദ്ധിയോടും കൂടെ ചില കമ്മ്യൂണിറ്റിക്കാർ ഉണ്ടാക്കി വെച്ചതാണ്. ഇതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മാറിപ്പോയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചില സ്ഥാപിത കമ്മ്യൂണിറ്റി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അവർക്ക് കഞ്ഞി കുടിക്കണമെന്നേ ഉള്ളൂ. സോ ഇതേപോലെ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദർശങ്ങളും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ചില ആൾക്കാർ അത് ആദ്യം ഉണ്ടാക്കിയത് റോമൻ കാത്തലിക്കാണ്. ആ റോമൻ കാത്തലിക് എന്ന് പറയുന്ന ആ ഒരു സമൂഹം ഉണ്ടാക്കിയ കഞ്ഞി കുടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റി. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലൂടെ ജീസസ് ജീവിച്ചതുപോലെ, പൗലൂസ് ജീവിച്ചതുപോലെ ജീവിക്കുന്ന കാപ്പബിൾ ആയിട്ടുള്ള ഒരാളിനെ 2000 വർഷത്തിന് അകത്ത് വെച്ചിട്ട് ഒരാളിനെ പൊക്കി കാണിക്കണമായിരുന്നു. വേണ്ട, ഞാൻ പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറയാം, എല്ലാ മനുഷ്യർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ ഉയർത്തി കാണിക്കുന്നതാണ് മനുഷ്യന് എക്സ്പയറി ഡേറ്റ് ഉള്ളത്. എല്ലാ മനുഷ്യനും എക്സ്പയറി ഡേറ്റ് അടിച്ചു വിട്ടിട്ടുണ്ട്. യേശുവിന് ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നും പാലസ്തീനിൽ 2 സ്ഥലമുണ്ട് ക്രൂശിച്ചത്, ആയിക്കോട്ടെ, 2 സ്ഥലമുണ്ട് അടക്കിയത്. അവിടെ ഡെഡ് ബോഡി ഉണ്ടോ?
എവിടെ ഡെഡ് ബോഡി 2000 വർഷത്തിന് മുമ്പേ ഉള്ള ഏതെങ്കിലും കുഴി കുഴിച്ച് നിന്ന് ഡെഡ് ബോഡി ഉണ്ടോ? ഞാൻ ചോദിച്ചതല്ല, ഞാൻ ചോദിച്ചത് ആ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് എന്ന് വിശ്വസിക്കുന്ന, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന യേശുവാണ് എന്ന് പ്രൂവ് ചെയ്യിക്കുന്ന ഡെഡ് ബോഡി എവിടെന്നെങ്കിലും കാണിക്കാൻ പറ്റും? ഇതിൽ ഏത് കുഴിയിൽ തപ്പണം? ഈ ലോകത്ത് എവിടെ വേണോ കുഴിച്ചോ, എവിടെ വേണോ കുഴിച്ചോ. പണ്ട് മോശ യോസേഫിന്റെ അസ്ഥി എടുത്തോണ്ട് പോയതുപോലെ ചിലപ്പം യേശുവിന്റെ അസ്ഥി എടുത്തോണ്ട് പോയെന്ന് വേണമെങ്കിലും വിശ്വസിച്ചോ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് യേശുവിന്റെ ആണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലേ സംസാരിക്കുന്നത്? എവിടെയാ കുഴിച്ചിട്ടെന്നുള്ളത് അറിയത്തില്ലല്ലോ. ആര് പറഞ്ഞു? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് എത്രയോ ഏജൻസികളുണ്ട്. ഈ ലോകത്ത് കണ്ടുപിടിക്കാതിരിക്കുന്ന 2 ശവക്കുഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മോശയുടെ, ഈ പറഞ്ഞ പോലെ യേശു മരിച്ചു എക്സ്പയറി ഡേറ്റ് ആയെങ്കിൽ സാധു സുന്ദർ സിംഗിന്റെ കണ്ടെത്തിയിട്ടില്ല. പറഞ്ഞേക്കാം, അത് നമ്മൾക്കല്ലേ കണ്ടെത്താത്തെ, കണ്ടെത്തിയ വേറെ പലരുണ്ട്. പക്ഷേ അത് ഇന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് വചനവും നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവും പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവും നമ്മൾ പ്രാപിക്കുന്ന അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള 2 ശവക്കുഴികൾ ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഒന്ന് ഏലിയാവിന്റെ, 2 മോശയുടെ, പിന്നെ വേണം ഹാനോക്കും ഉണ്ട്. ഇവരെ 3 പേരും മരിച്ചിട്ടില്ല, നേരെ എടുത്തോണ്ട് പോകുമായിരുന്നു. പക്ഷെ അവർ വിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവരുടെ ആരുടെ ശവക്കുഴി നമുക്ക് ഇവിടെ കിടന്ന് എത്ര കിടന്ന് വരച്ചു വരയ്ക്കിയാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. മോശ മരിച്ചു എന്ന് ദൈവം ഡിക്ലെയർ ചെയ്തു, പക്ഷെ ആ ജഡം എവിടെ? അത് നമുക്ക് മോശം മാറ്റി നിർത്താം. യേശുവിന് എക്സ്പയറി ഡേറ്റും യേശു മരിച്ചു മൺമറഞ്ഞുവെങ്കിൽ മിനിമം ആ സ്കെൽട്ടൺ എവിടെ? മിനിമം ഒരു DNA എങ്കിലും പോയി തപ്പണം. ഭൂമി മൊത്തം കിടക്കില്ലേ? അത് പറ്റുമോ? പോസിബിൾ. ഈ ലോകത്ത് ഇതിപ്പോ എത്രാമത്തെ വർഷമാണെന്നറിയോ? നമ്മളിപ്പോ താമസിക്കുന്ന യേശു മരിച്ച നേരെ കുറഞ്ഞ് 2000 വർഷമെങ്കിലും കഴിഞ്ഞു കാണും. ഇപ്പോ കുറഞ്ഞ അത്രയെങ്കിലും കഴിഞ്ഞു കാണും. അപ്പോ ഈ വർഷത്തിനകത്ത് ജെയ്സനോ അല്ലെങ്കിൽ മനോജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ മാത്രമല്ല, ഇവിടെ പണ്ഡിതന്മാരും വളരെ കഴിവും ഒക്കെ ഉള്ള, വളരെ ബയോടെക്നോളജിയൊക്കെ വർദ്ധിച്ച ഒരു കാലമാണ്. അപ്പൊ ഇതിനകത്ത് ഈ ലോകം മുഴുവൻ അടിച്ച് ബഹിരാകാശത്തും ശൂന്യാകാശത്തും പോയി അടുത്ത ഗ്രഹത്തിലോട്ട് പോകാൻ പറ്റുന്ന ടെക്നോളജി. അറ്റ്ലീസ്റ്റ് ഈ ലോജിക്കെങ്കിലും ചിന്തിക്ക്. ഇന്നും യഹൂദന്മാര് ജീസസിനെ അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷേ ജീസസിന്റെ ശവകുടീരമോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലമോ അടക്കിയ സ്ഥലമോ ക്രൂശിച്ച സ്ഥലമോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഫേക്ക് ആണെന്നുള്ളത് 100% പോയി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം പറയട്ടെ, പോകുന്നതോ ഫേക്ക് ആണെന്നോ ഒക്കെ നമ്മൾ കണ്ടെത്തുന്ന എപ്പോഴാണെന്നറിയാലോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അനുഭവത്തിലൂടെയാ ഇത് ഫേക്ക് ആണോ അല്ലയോ. ഇപ്പൊ പഞ്ചസാരക്ക് മധുരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പഞ്ചാര തേച്ച് നക്കിയിട്ട് കാര്യമില്ല, ആ പഞ്ചസാര ഒന്ന് രുചിച്ചു നോക്കണം. ഇതുപോലെ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ ആദമിന്റെ കാര്യം മുതൽ ഇങ്ങറ്റത്ത് ജീസസിന്റെ കാര്യം വരെ പറഞ്ഞിരിക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ആശയങ്ങളാണ്. ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും ബൈബിൾ പറയുന്നില്ല. ആദമിന്റെ മരണം പോലെ തന്നെയാണ് ജീസസിന്റെയും മരണം. ആദാം ഏതെങ്കിലും മരിച്ചു എന്നുണ്ടെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണവും സത്യമാണ്, ഭൗതികമാണ്. യേശു മരിച്ചതാണ്. ആദാമിന്റെ മരണം സത്യമാണെങ്കിൽ, ഇവിടെ ഏതെനിൽ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് ഭൗതിക മരണമാണെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണവും ഭൗതികമാണ്. ആദാമിന്റെ ആത്മീയ മരണമായിരുന്നു ആദ്യം പറഞ്ഞത്. അത് ഇതിനകത്തുള്ളത് പകുതി ആത്മീയമാണ്, പകുതി പിന്നെ മറ്റേ കൺസെപ്റ്റാണ്, പകുതി ഫിസിക്കലാണെന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഉള്ള A to Z കാര്യങ്ങളും സ്പിരിച്വലാണ്. ഇതിനകത്ത് ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമില്ല. ഈ പറയുന്ന ആദമെന്നോ ഹുവയെന്നോ അബ്രഹാമെന്നോ ഇസഹാക്കെന്നോ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തികളൊന്നും ജീവിച്ചിരുന്നിട്ടില്ല. നമുക്കറിയാവോ? അതിൽ പറയുന്ന സാറ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പിന്നെ ഹാഗർ എന്ന് പറയുന്നതോ വ്യക്തികളൊന്നും ജീവിച്ചിരുന്നിട്ടില്ല. ഇല്ല, ഇതിനെല്ലാം പ്രൂഫ് ഇതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട് പ്രൂഫ്. അതുകൊണ്ട് ഈ വ്യക്തികളൊന്നും വ്യക്തികളല്ല, ഇതെല്ലാം ഓരോ കാര്യങ്ങൾ ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങൾ. കേവലം വിശ്വാസം. ഇത് വിശ്വാസം മാത്രമല്ല, ഇത് വെറും വിശ്വാസമായിരുന്നു. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോ രാമായണം എടുക്കുമ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറയുമ്പോൾ എല്ലാം പറയണം. ഇത് മാത്രമല്ലല്ലോ ദൈവികത, നിങ്ങൾക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അതും കൂടെ മനസ്സിലാക്കുന്ന വ്യക്തി. അപ്പൊ രാമായണം എന്ന് പറയുന്നതിനകത്ത് ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വെച്ചിട്ടാണ് രാമായണം എന്ന് പറയുന്ന ഒരു ആത്മീയ ഗ്രന്ഥത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. രാമായണത്തിനകത്ത് എന്ന് പറയുന്ന ആ രാമൻ എന്ന് പറയുന്നത് ആത്മാവാണ്, ജീവിച്ചിരുന്ന മനുഷ്യനെ അല്ല രാമായണത്തിൽ പറയുന്നത്. പക്ഷെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കുന്നത്. ഇനി മഹാഭാരതം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവർ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തികളെല്ലാം മനുഷ്യരായിരുന്നു. പക്ഷെ അതിലൂടെ പറയാൻ ആഗ്രഹിച്ച ആത്മീയ സത്യങ്ങളെയാണ് മഹാഭാരതത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊന്നും ആ കഥയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥത്തിൽ വരുമ്പം ഇതൊന്നും വ്യക്തികളല്ല, ഇതെല്ലാം കഥാപാത്രങ്ങളായി മാറുക. ഇതുപോലെ ബൈബിളിനകത്ത്
ഫ്രം ദ ബിഗിനിങ്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയുന്ന എല്ലാ പേരുകളും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. മോശ പറഞ്ഞിരുന്ന വ്യക്തികളും പുതിയ നിയമത്തിനകത്ത് പറയുന്ന വ്യക്തികളെല്ലാം ജീവിച്ചിരുന്ന വ്യക്തികളാണെങ്കിലും ഇതിനകത്ത് വന്നപ്പോൾ ആ മനുഷ്യരെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൽ പറയേണ്ടുന്ന കൺസെപ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പേരുകൾ മാത്രമായിട്ട് ഇതിനകത്ത്. അപ്പോൾ ഇവരെല്ലാം ജീവിച്ചിരുന്നു നമ്മൾ അംഗീകരിക്കുന്നു. എല്ലാവരുമല്ല, ചിലർ ജീവിച്ചു. അബ്രഹാം ജീവിച്ചിട്ടില്ല. അബ്രഹാം ജീവിച്ചിരുന്ന വ്യക്തിയല്ല. ഇസ്ഹാക്കോ, ഹാഗറോ, അതുപോലെ തന്നെ സാറയോ, ഇവരൊന്നും ജീവിച്ചിരുന്ന വ്യക്തികളല്ല. യേശു ജീവിച്ചിരുന്ന വ്യക്തിയാണോ? ആദ്യം ഇത് പറഞ്ഞിട്ടല്ലോ. അല്ല, നമ്മുടെ പ്രധാന കൺസെപ്റ്റ് ക്രിസ്തു ആണല്ലോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു എന്ന് പറയുന്ന ആ വ്യക്തിത്വം ജീവിച്ചിരുന്ന വ്യക്തിയല്ല, പക്ഷെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യനെ വെച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് നന്മയ്ക്കായി വേണ്ടി ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞതാ, അല്ലാതെ ഈ മനുഷ്യനല്ല അവർ പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഈ കാര്യത്തിൽ ഞാൻ അതിനെ എഗ്രി ചെയ്യില്ല. എനിക്ക് ആത്മീയത എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ ആത്മീയതയിൽ കയറുമ്പം ഇങ്ങനെ ഒരു സ്റ്റേജ് ഇങ്ങനെ ലൈഫ് ലോങ് ഒരു കോൺസ്റ്റന്റ് അല്ല. ഇതിനകത്ത് വളർച്ചാ ഘട്ടങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ച് വളർന്ന് ഒരു വയസ്സാകുന്ന അവസ്ഥയിലേക്ക് ഒരു 50, 60, 70, 80 വയസ്സാകുന്നത് പോലെ ഇതുപോലൊരു പ്രോസസ്സ് ആത്മീയതയ്ക്കകത്തുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തി കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് മേ ബി ചിലപ്പോൾ ഒരു ബാല്യാവസ്ഥയിലായിരിക്കാം. ഇനിയും കിടപ്പുണ്ട് അനേക പടവുകൾ നിങ്ങൾക്ക് കയറാനായിട്ട്. സോ നിങ്ങളിപ്പോൾ വാദിക്കരുത് ഞാനിപ്പോൾ അനുഭവിക്കുന്നതാണ് സത്യമെന്ന് നിങ്ങൾ വാദിക്കരുത്. അത് അങ്ങനെ ഞാൻ ജീവിക്കുകയാണ്. അതെ, ഇത് ഈ ഇതേ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ കഴിയാൻ മാറും. അടുത്ത ലെവലിൽ പോകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 4ാം ക്ലാസ് ഒരു 4 വയസ്സാകുമ്പോൾ അവൻ ചോദിക്കും, അപ്പാ ഞാൻ എങ്ങനെയാണ് ജനിച്ചത്? ഇല്ല, ഞാൻ ചോദിക്കട്ടെ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് 4 വയസ്സായവനാണെങ്കിലും 100 വയസ്സായവനാണെങ്കിലും അവന്റെ അപ്പനെ അപ്പാന്ന് തന്നെയല്ലേ വിളിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ആ ആശയത്തിന് മാറ്റം ഉണ്ടാവും. അപ്പാന്ന് വിളിക്കുന്നത് അമ്മ പറഞ്ഞ വാക്കാണ്. ഞാൻ ഉദാഹരണം അത്രേ ഉള്ളൂ. ആ അമ്മ പറഞ്ഞു തന്ന വാക്കാണെങ്കിൽ നാളെ അപ്പൻ നമ്മളെ അടിച്ചാലും ശരി, ഇനി അപ്പൻ ആഹാരം തന്നില്ലെങ്കിൽ പോലും ആ അപ്പനെ അപ്പാന്ന് തന്നെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് അപ്പ അമ്മ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു നാമമാണ് യേശുവേ, യേശു ക്രിസ്തുവേ എന്നുള്ള നാമം. കാരണം ഞാൻ പറഞ്ഞുതരാം, എല്ലാ മനുഷ്യനും പാപികളാണ്. ഈ ലോകത്ത് ജനിക്കുന്ന ഏത് കുഞ്ഞടക്കം എല്ലാ മനുഷ്യനും പാപികളാണ്. എല്ലാ ബേസിലും. ഞാൻ പറഞ്ഞുതരാം. ഒരു പാപി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. ഞാനതാ പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു മാനദണ്ഡമല്ല, എല്ലാ ബേസും നോക്കിക്കോ. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ കുളിപ്പിക്കാതിരിക്കുവോ? അതുകൊണ്ട് പാപിയാവോ? അല്ല, ഞാൻ ഉദാഹരണം ചോദിച്ചതാ. ഒരു കുഞ്ഞ് ജനിച്ചത് കൊണ്ട് അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതാ, 10 വയസ്സായാലും കുളിപ്പിക്കാതിരിക്കും? കുളിപ്പിക്കുമല്ലോ. അപ്പോ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം, അത് അഴുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. അതുപോലെ പല വിധത്തിൽ ജനറ്റിക്കായിട്ടും മറ്റേ പാരമ്പര്യമായിട്ടും ഒക്കെ ഏത് വിധത്തിൽ പാപത്തിന്റെ കൺസെപ്റ്റ് എന്താണോ അതിൻ്റെതായിട്ടുള്ള പാപം എല്ലാ മനുഷ്യന്റെ മേലുമുണ്ട്. അത് സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക മാർഗം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു മാത്രമല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പാപങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരം ഞാൻ തരുന്നു. അപ്പൊ പിന്നെ യേശു ക്രിസ്തുവിന്റെ പാപങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്റെ നാമത്തിൽ നിങ്ങൾ പാപങ്ങളെ മോചിക്കാന്നല്ല പറയുന്നത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നോ അവർക്ക് മോചിച്ചിരിക്കുന്നു, നിങ്ങൾ ആരുടെ പാപത്തെ നിർത്തുന്നോ അവർക്ക് നിർത്തിയിരിക്കുന്നു. എന്റെ നാമം. അതിന്റെ എവിഡൻസ് ഒന്ന് കാണിച്ചേ. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം ഞാൻ വാക്കെടുക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിയിൽ ഒരു വായി നിക്കോമോദേസ് തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോകുന്നു. സോ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഊതിയപ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കും? പരിശുദ്ധാത്മാവ് പ്രാപിക്കുവിൻ. യേശു ക്രിസ്തു എങ്ങനെ വന്ന വ്യക്തിയാണ്? ഞങ്ങൾ തുടക്കത്തിലാണ് ഇവിടെ നിൽക്കുന്നത്.
നമ്മൾ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവിനാൽ ജന്മം പ്രാപിച്ച, പരിശുദ്ധാത്മാവ് മുഖാന്തരമുള്ള ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് ആരും പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ആ യേശു ക്രിസ്തു ഒരു അനോയിന്റിങ് കൊടുക്കുകയാണ്, ഒരു ദൗത്യത്തിലേക്ക് അവരെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ഈ ആത്മാവ് പ്രാപിക്കുവിൻ. പിന്നെ ഉള്ള കാര്യം മാനുഷികമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അധികാരം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളെ നടത്തുന്നത്, സകല സത്യത്തിലും വഴി നടത്തുന്ന ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ അധികാരമുണ്ടോ? എങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പാപങ്ങളെ ക്ഷമിക്കാനും നിലനിർത്താനും നിങ്ങൾക്ക് അധികാരമുണ്ടോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് നേർനിലത്തിൽ നടത്തും. അത് ആരുടെ നാമത്തിൽ, ഏത് നാമം? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു എന്ന നാമത്തിലാണോ പിതാവിനോട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സോൾ സിൻസിയർ ഡിസയർ. നമ്മൾ ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലൂടെ പറയുന്ന വാക്ക് ഒരു മനുഷ്യന്റെ മലയാളത്തിലോ ഹിന്ദിയിലോ ഒന്നുമല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പൂങ്കുളത്ത് താമസിക്കുമ്പോൾ അവിടെ CGOയിൽ വർക്ക് ചെയ്യാൻ വന്ന ഒരു ബ്രദറിന്റെ ഭാര്യ, പുള്ളിക്കാരിക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷേ അറിയത്തുള്ളൂ, ഹിന്ദി കുറച്ചറിയാം, മലയാളം തീരെ അറിയില്ല. പക്ഷേ എൻ്റെ പപ്പ അവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, അലറി വിട്ട് മാറുക പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. ആ സഹോദരി അപ്പോൾ തന്നെ അലറി വിട്ട് മാറി. ഞാൻ എനിക്കും പറയാനുണ്ട്. ഞാൻ അതൊന്നും പറയാത്തത്, ഞാൻ ഈ ആശയത്തെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതാ പറഞ്ഞു നടന്ന ദൈവപ്രവൃത്തികൾ ഇതിനേക്കാളും അധികം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞ അതിനകത്തില് എൻ്റെ പപ്പായുടെ ആ വ്യക്തിയുടെ കഴിവോ ആ പറഞ്ഞ വാക്കോ അല്ല, ആ വാക്കും ആ വ്യക്തിയുടെ കഴിവോ അല്ല, അതിലൂടെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് റോങ് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ പാപം മോചിക്കുന്നു എന്നൊരു മനുഷ്യന്റെ വാക്കിൽ പറയാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ട് ഇത്രയും പറ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞത് നിങ്ങളിൽ ആപ്ലിക്കബിൾ ആണോ ഇല്ലയോ? നിങ്ങൾക്ക് പാപങ്ങളെ മോചിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? ജെയ്സനെ മോചിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ജെയ്സന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ മോചിപ്പിക്കാം. ജെയ്സന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു. ജെയ്സണിൽ ആത്മാവ് വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ ജെയ്സണിലൂടെ ഇത് നടക്കുമെന്നാ ചോദിക്കുന്നത്. എന്നിലൂടെ പരിശുദ്ധാത്മാവിൽ നടക്കും. ഉറപ്പാണല്ലോ. അപ്പൊ എന്നിലൂടെയും നിങ്ങളിലൂടെയും നിങ്ങളുടെ ഫാദറിലൂടെയൊക്കെ ഈ കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായി? അപ്പോ ആരായി പറ. ജീസസിൽ നടന്നത് സത്യമാണെങ്കിൽ, ജീസസ് അതേ അധികാരം അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേ കാര്യം ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും യേശുവിനെ പോലെ തന്നെ മക്കള് തന്നെയാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളില്ല. ഉറപ്പാണ്. അപ്പം ജീസസ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ മകനാണ് ജെയ്സൺ എന്നുണ്ടെങ്കിൽ അല്ല. പിന്നെ അതിനകത്ത് എന്താ കൊമ്പുള്ള ജീസസ്? അതിനകത്ത് കൊമ്പുണ്ട്. എന്ത് കൊമ്പാണ് ഞാൻ പറഞ്ഞത്? എന്ത് കൊമ്പുള്ള? കാരണം ഞാൻ പറഞ്ഞത് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ, അഹരോനെ പോലെ തെരഞ്ഞെടുത്തിരിക്കുന്ന മഹാപുരോഹിതൻ, അതുപോലെ യേശു ക്രിസ്തുവിനെ പോലെ തെരഞ്ഞെടുത്തിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തു. ആ ക്രിസ്തു ഒരിടത്തിരിക്കെ ആ സ്ഥാനം നമുക്ക് നൽകാൻ അനുവാദമില്ല, വരുത്തുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ കത്തിച്ച് കളഞ്ഞിട്ട് ജീസൺ പറയുന്ന ആശയത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ വാക്കുകളും പറഞ്ഞിരിക്കുന്നത് ജീസസിന് അധികാരം കൊടുത്തിരിക്കുന്നത് പോലെ സകല മനുഷ്യർക്കും പരിശുദ്ധാത്മാവിലൂടെ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവം കൊടുത്തിരിക്കില്ല. ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഇതിനെ കീറിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയം നമ്മൾ തന്നെ കീറേണ്ടി വരണം. കാരണം ഇതിനകത്ത് റോമറിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ മക്കളെങ്കിലോ അവകാശം. അവകാശവാദമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലൂസ് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് 100%. ഇപ്പൊ പൗലൂസ് പറയുന്നത് തെറ്റാണ്. ഇതിനകത്ത് ബൈബിളിനകത്ത് കാര്യങ്ങൾ എടുക്കേണ്ടി വരില്ല. പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമ്മൾ ഒന്നും എടുക്കണ്ട. അപ്പൊ പൗലൂസിനെ മാറ്റി നിർത്താം. പൗലോസിനെ മാറ്റി നിർത്തുന്നതല്ല. പിന്നെ പൗലോസിനെ മാറ്റി നിർത്തിയാലും പത്രോസിനെ മാറ്റി നിർത്തിയാലും ഇനി ഏതൊക്കെ മനുഷ്യന്മാരെ ഇതിനകത്ത് മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലേക്ക് പോയി ജീസസിന്റെ അടുത്ത് പോയി അല്ല പറഞ്ഞു തരാം. യേശു ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പൗലോസ് അല്ല നമ്മളോട് സുവിശേഷം പറഞ്ഞത്, ആണോ? അല്ല. ചിലപ്പോൾ ഒരു ഉദാഹരണം, ഒരു പാസ്റ്ററിന്റെ ഒരു സഹോദരൻ, ഞാൻ തങ്കപ്പൻ എന്നുള്ള തങ്കപ്പനാണ് ജെയ്സനോട് സുവിശേഷം പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ തങ്കപ്പനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. തങ്കപ്പൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ ഞാൻ ജീവിച്ചു പോവുക. ഇനി തങ്കപ്പന്റെ കയ്യിൽ എനിക്ക് തരാൻ ബൈബിൾ ഇല്ലായിരിക്കാം, ഒരു മാർഗീയ രേഖ കാണില്ലായിരിക്കും. തങ്കപ്പന്റെ ഉപദേശത്തിലൂടെ മുമ്പോട്ട് പോവുക. ഇനി തങ്കപ്പൻ പറഞ്ഞ ഉപദേശം കറക്റ്റ് ആണെങ്കിൽ
ഞാൻ എത്തേണ്ടടുത്ത് എത്തും. അല്ലെങ്കിൽ തങ്കപ്പൻ മരിക്കുമ്പം ഞാനും തങ്കപ്പന്റെ കുഴിയിലോട്ട് നോക്കിയിരിക്കും, എന്നിട്ട് തങ്കപ്പൻ പോയിടത്തോടെ ഞാനും പോകും. ഇതാണ് പറഞ്ഞത്, ഇതാണ് രീതി. എനിക്ക് കോൺടെക്സ്റ്റ് മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. നമ്മളെ അടുത്ത് ഈ സുവിശേഷവും പറഞ്ഞുകൊണ്ട് വന്നത് ഒരു മനുഷ്യനാണ്. എല്ലാവരും ഈ പറഞ്ഞ പൗലോസോ പത്രോസോ അല്ലെങ്കിൽ യാക്കോബോ യോഹന്നാൻ ഇവരാരും അല്ല നമ്മുടെ അടുത്ത് സുവിശേഷം പറഞ്ഞത്. ഈ ബൈബിൾ പോലും നമ്മുടെ കയ്യിൽ ആദ്യം തന്നിട്ടുള്ള സുവിശേഷം പറയാൻ പറ്റും. കാരണം സുവിശേഷം പറഞ്ഞാൽ ബൈബിളൊന്നും വലുതായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ചിലയിടത്ത് എതിർക്കും. അപ്പോൾ നമ്മൾ സുവിശേഷം പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റ് ബസ്സിൽ പോകുമ്പോഴേ സംസാരിക്കുന്നത്. അപ്പം തങ്കപ്പൻ എന്നുള്ള വ്യക്തി ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ഇവാഞ്ചലിസ്റ്റ് ഈസ് എൻ ഇവാഞ്ചലിസ്റ്റ്. അപ്പം ആ ഇവാഞ്ചലിസ്റ്റ് നമ്മളെ സുവിശേഷം പറഞ്ഞ് നേടുക, സുവിശേഷം പറയാണ്. ആ സുവിശേഷത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അംഗീകരിച്ച് നമ്മൾ ആ തങ്കപ്പന്റെ പുറകെ നമ്മളങ്ങ് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഉപദേശവും പുള്ളിക്കാരൻ പറഞ്ഞ മാർഗങ്ങളും വെച്ച് പുള്ളിക്കാരൻ ബൈബിൾ പോലും തരുന്നില്ല. ബൈബിളല്ല നമ്മൾ തരുന്നത്, ബൈബിൾ വായിക്കുന്ന പോലും ഇല്ല. പുള്ളിക്കാരൻ തന്ന ഉപദേശം ഇതാണ്. ബൈബിളൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നത്. അപ്പം പിന്നീട് തങ്കപ്പൻ ഒരു പുസ്തകം എഴുതരിക, മോനെ ഈ പുസ്തകം നീ വായിച്ചോ. ഓക്കെ, ഞാൻ തങ്കപ്പനെ വിശ്വസിക്കണോ തങ്കപ്പൻ വന്ന മാർഗത്തെ വിശ്വസിക്കണോ? അതിനുത്തരം പറയണ്ട, അതിന് ഞാൻ പറയാം. അതായത് തങ്കപ്പൻ തന്ന പുസ്തകത്തെ ഞാൻ വിശ്വസിക്കാതിരിക്കട്ടെ, തങ്കപ്പൻ പറഞ്ഞ വിഷയത്തിൽ ദൈവഗീത പ്രകാരമുള്ള ആശയമാണ് അത് വരുന്നതെങ്കിൽ ഞാൻ ആ ആശയമേ എടുക്കാവൂ. അല്ല തങ്കപ്പ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞാൽ തങ്കപ്പൻ പ്രാർത്ഥന മരിക്കുന്നവരെ കേൾക്കും, പക്ഷെ അത് കഴിഞ്ഞ് തങ്കപ്പൻ മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ തങ്കപ്പന്റെ കുഴിയിലോട്ട് നോക്കിക്കേണ്ടി വരും, തങ്കപ്പൻ എന്തെങ്കിലും തരുമോ എന്ന് നോക്കിക്കൊണ്ട്. അത് കിട്ടത്തുമില്ല. അവസാനം തങ്കപ്പൻ പോയെടുത്ത് നരകത്തിലോട്ടാണെങ്കിൽ ഞാനും നരകത്തിൽ പോകണം. അല്ല, തങ്കപ്പൻ പറഞ്ഞു തന്ന കറക്റ്റ് വഴി ക്രിസ്തുവിങ്കിലേക്കുള്ള വഴിയാണ് എങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കും, എനിക്ക് നിത്യത ലഭിക്കും. നാളെ ഞാൻ ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തു വരും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിനോട് കൂടെ ജീവിക്കും. ഇതാണ്. ഒരു കാര്യം കൂടെ, ജേസൺ പറയുന്നതനുസരിച്ച് സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്കുള്ള വഴിയാണോ ദൈവത്തിലേക്കുള്ള വഴിയാണോ? സുവിശേഷം നമുക്ക് ആദ്യം നൽകുന്നത് ക്രിസ്തു ആരാണെന്ന് അറിയുന്നതാണ്. യേശു ക്രിസ്തു ആരാണെന്നും ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി വന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ കഴിയില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്ക് ദൈവസന്നിധിയിൽ എത്താൻ കഴിയില്ല. യേശു ക്രിസ്തുവിലൂടെ എന്ന് പറയുന്നത് ആശയമാണോ വ്യക്തിയാണോ? യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ. യേശു ക്രിസ്തുവിലൂടെ എന്ന് പറയുന്നത് ആ വ്യക്തിയാണോ ആശയമാണോ? വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് എന്നെ ഒന്ന് എത്തിക്കാവോ? തീർച്ചയായും എത്തിക്കാം, പക്ഷെ കുറച്ച് കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? കർത്താവ് താമസം വിന നമ്മെ ചേർക്കാൻ വരും, അതുവരെ കാത്തിരിക്കണം. അതുവരെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷമൊന്നുമില്ല. അപ്പൊ ഈ മരിച്ചുപോയവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും, അവരെല്ലാവരും കാണും, നമുക്കും ഭാഗ്യം ഉണ്ടേ കാണാം. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണം, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച്, അതായത് ജേസൺ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല, നടക്കും. ജീവിച്ചിരിക്കുമ്പോഴും നടക്കും. ഞാൻ പറഞ്ഞുതരാമല്ലോ. അതായത് ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ക്രിസ്തുവിനെ കാണണോ? കാണാൻ പറ്റില്ല. പറഞ്ഞു തരാം, 100% ഞാൻ പറഞ്ഞു തരാം. യഥാർത്ഥമായ ഒരു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വചനം വായിച്ചാൽ അല്ലെ അനുഭവത്തിലൂടെ ഞാൻ ഒരുപാട് തവണ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. രൂപം ചോദിക്കരുത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് രൂപമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. വ്യക്തിയാണ്, വ്യക്തിക്ക് രൂപമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണം, എന്നെ മറഞ്ഞു നിന്ന് സഹായിക്കുന്ന ഒരു സ്പോൺസർ, ആ വ്യക്തി, ഇപ്പം മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ എന്ന വ്യക്തി എന്നെ കണ്ടിരിക്കുന്നു, ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. ഞാൻ താങ്കളെ കണ്ടിട്ടില്ല എങ്കിലും താങ്കൾ എന്നെ സഹായിക്കുന്നു, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, എന്നെ പലയിടത്തുനിന്നും രക്ഷിക്കുന്നു. ഈ അനുഭവത്തിലൂടെ ഒരു രൂപം ഞാൻ മനോജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സമയമാകുമ്പോൾ, താങ്കൾ മനസ്സിൽ നിശ്ചയിക്കുന്ന സമയമാകുമ്പോൾ താങ്കൾ എന്നെ വന്ന് കാണും. അല്ലെങ്കിൽ താങ്കളുടെ ഒരു സെർവൻസ് അദ്ദേഹത്തോട് അറിയിക്കും, ഇന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ഈ ആളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് അയാളൊന്ന് കാണണം, സോറി ഇപ്പൊ കാണാൻ പറ്റില്ല. അതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ കാര്യം. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. യേശുക്രിസ്തു എന്ന മനുഷ്യനെ നമുക്കിപ്പോൾ കാണാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാത്രം വ്യാപരിച്ച അദ്ദേഹത്തിന്റെ ഞാൻ ഇപ്പോൾ പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാ. മാത്രം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അത് പഴയ നിയമത്തിൽ പലരുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക മാർഗം യേശുക്രിസ്തു എന്ന ഏക മാർഗമാണ്. ആ മാർഗത്തിൽ ദൈവം യേശുക്രിസ്തുവിന്റെ മേൽ പകർന്ന ദൈവാത്മാവ്, അതാണ് നമുക്ക് കിട്ടുന്ന. ജെയ്സൺ പറയുന്ന കാര്യത്തെ ജെയ്സൺ തന്നെ ഒന്ന് കാണുക, ഇത് കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ ജെയ്സൺ പറയുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു ആശയമാണെന്ന് പറയുന്നു, ചില സ്ഥലത്ത് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു, ചില സ്ഥലത്ത് പറയുന്നു മറഞ്ഞിരിക്കുന്ന വേറൊരു രൂപത്തിലിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു, അദ്ദേഹം ഇനി എപ്പോഴോ വെളിപ്പെട്ട് വരുമെന്ന് പറയുന്നു. സോ ഈ കാര്യങ്ങളെയൊക്കെ സാധാരണ ഒരു മനുഷ്യൻ്റെ ലോജിക്കിൽ മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ സ്വീകരിക്കൂ. അത്രേ ഉള്ളൂ. സോ ബൈബിൾ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒരു
മനുഷ്യൻ്റെ മനസ്സിനും യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ പറയുന്ന ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന് ടോട്ടലി എഗൻസ്റ്റ് ആയിട്ടുള്ള വ്യക്തി കേന്ദ്രീകൃതമായ ചില ഇതുപോലെയുള്ള കള്ളക്കഥകളെല്ലാം മെനഞ്ഞെടുത്ത് മനുഷ്യനെ പറ്റിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടാണ് ആൾക്കാർ പറ്റിച്ചുകൊണ്ട് അത് എല്ലാവരുടെയും എല്ലാവരും കള്ളന്മാരാണോ? ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഞാൻ ചോദിച്ചതല്ല, ഞാൻ മതത്തിന്റെയോ മാർഗത്തിന്റെയോ പേരല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും കള്ളന്മാരാണോ? ഒരു കണക്കിനല്ലെങ്കിൽ മറ്റൊരു കണക്കിനെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം എന്താ പറയാ, ഞാൻ താങ്കളുടെ മൗസ് അടിച്ച് മാറ്റുവാന്നിരിക്കട്ടെ, അങ്ങനെ ഇവിടെ വരുന്ന എല്ലാവരും താങ്കളുടെ മൗസ് അടിച്ച് മാറ്റുന്നവരാണോ? ആകണമെന്നില്ല. ചിലർക്ക് മൗസ് ആയിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. ആണേ, അപ്പം എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നമ്മളെല്ലാവരും അടച്ചധിക്ഷേപിക്കരുത്. അതാ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വീട്ടിലും ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എതിർക്കണമെങ്കിൽ എതിർക്കാം, ആരെ വേണം എതിർക്കാം, എവിടെ വേണം നമുക്ക് പറയാം, പക്ഷേ നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ ഞാനിത് ഒരു അത് എല്ലാവർക്കും പ്രേക്ഷകർക്കാണെങ്കിലും മനസ്സിലായിക്കോളും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, നമ്മൾ ആരെ വേണമെങ്കിലും എതിർക്കാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒരാൾ മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ. നമ്മൾ കാരണം അതിലൂടെ കോടിക്കണക്കിന് ആൾക്കാർക്കുള്ള രക്ഷയാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ജേസൺ പറഞ്ഞതിനുള്ള ആൻസർ കൂടെ ഞാൻ പറയാം. ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രക്ഷയാണെന്നുണ്ടെങ്കിൽ ദൈവം അത്ര പൊട്ടനാണ്. ദൈവം പൊട്ടനായതുകൊണ്ടല്ല. ദൈവം പൊട്ടനാണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ, അതും മൺമറഞ്ഞു പോയ, ഇന്ന് ആൾക്കാർക്ക് കാണാനോ തൊടാനോ അനുഭവിക്കാനോ ഒന്നും പറ്റാതിരിക്കുന്ന ഒരു വ്യക്തിയിൽ, എത്രയോ 2000 വർഷം മുമ്പ് മരിച്ച ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേക്ക്. മറിച്ച് രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ലാതെ ദൈവത്തിൽ നിന്നുള്ളൊരു ആശയമാണെങ്കിൽ, അത് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റും. അത് യുക്തിക്കും ബുദ്ധിക്കും എല്ലാ മേഖലകളിനകത്തും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. സോ ക്രിസ്തീയ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു കൾട്ട് പ്രസ്ഥാനമാണ്. ഞാൻ അതിനെയാണ് ഞാൻ എതിർക്കുന്നത് ബൈബിളിനെ അല്ല. ഞാൻ എതിർക്കുന്നത് യേശുക്രിസ്തുവിലൂടെ പിതാവാം ചെയ്ത കാര്യത്തെ അല്ല. ഞാൻ എതിർക്കുന്നത് ക്രിസ്തീയ മതം എന്ന് പറയുന്ന കൾട്ട് പ്രസ്ഥാനം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയം. അതിന് ഞാനും എതിർക്കുന്നു. ഓക്കെ, ആ പറഞ്ഞതിനെ ഞാനും എതിർക്കും. ആ മതമാണ് ഈ അതുകൊണ്ടാണ് അത് നിങ്ങൾ തുറന്നു പറയാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. കാരണം ഞാൻ പറഞ്ഞത് ജയ്സ, ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ല, ഞാൻ ഇത് എല്ലാ വീഡിയോക്കകത്തും പറയുന്നതാ. ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ എതിർക്കുന്നത് ദൈവത്തെ അല്ല, ഞാൻ ഒരു വ്യക്തിയുടെയും പേരെടുത്ത് വെച്ചിട്ട് ഇന്ന വ്യക്തി കൾട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം റോങ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ബൈബിളിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ ബൈബിളിലൂടെ ദൈവം വെച്ചിരിക്കുന്ന ആശയങ്ങളെ ഞാൻ സംസാരിക്കുന്നത്. ബൈബിളിലൂടെ മാത്രമല്ല, ഓരോ സമൂഹത്തിനകത്ത് ദൈവം ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അറബികൾക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് നബിയെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിന് വേണ്ടിയിട്ട് ചില ആൾക്കാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ജീസസ് എന്ന് പറയുന്ന വ്യക്തി എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ് നമുക്ക് പറ്റിയ കൾട്ട്. കാരണം ഞാൻ പറഞ്ഞു തരാം, അങ്ങനെ ദൈവം ഒരു മാർഗവേ ഒരിക്കലും സാർവത്രികമായ എല്ലാ മനുഷ്യനും വേണ്ടി, അത് അറബികളാവട്ടെ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാകട്ടെ, എഴുത്തുമാനെ അറിയാത്തവരാകട്ടെ, നല്ല പണ്ഡിതനാവട്ടെ, ഏത് വ്യക്തിയാവട്ടെ, മനുഷ്യനായി ജനിച്ച ഏത് വ്യക്തിക്കും ദൈവം നൽകിയിരിക്കുന്ന സകല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏക മാർഗമേ ഉള്ളൂ. അത് യേശുവല്ല, ക്രിസ്തു മാർഗമാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇവിടെയാണ് മതവും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് മതത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെ ആയിരിക്കാം പലർക്കും പലതായിട്ട് തോന്നുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തു മതത്തെയോ ക്രിസ്ത്യാനിറ്റിയോ പ്രൊമോട്ട് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ? ഞാൻ വന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള ഒരു രക്ഷയുണ്ടല്ലോ, അത് നമ്മൾ പറയുന്ന വാക്ക് തെറ്റിപ്പോയാൽ, നമുക്കറിയത്തില്ല ചിലപ്പോൾ തെറ്റാണെന്ന്, പക്ഷേ അത് മറ്റു പലരുടെ ഉള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ജേസൺ വന്ന ആശയവും ജേസൺ വന്ന ഉദ്ദേശശുദ്ധിയും നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ആശയം ഇതാണ്, എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവത്തെ ആസ്വദിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ക്രൈസ്റ്റ്. ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് എ പൊസിഷൻ. അത് ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ കേവലം എന്താ പറയുന്ന ഒരു എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പദവിയല്ല.
ദൈവം വെച്ചിരിക്കുന്ന പ്രോസസ്സിലൂടെ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഓപ്പൺ. അപ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. സെലക്ടഡ് എന്നല്ല പറഞ്ഞത്, ദൈവം വെച്ചിരിക്കുന്ന പ്രോസസ്സിലൂടെ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ ആർക്കും കയറാം, പക്ഷേ ചുമ്മാ കയറാൻ പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റു സ്വാധീനം കൊണ്ട് കയറാൻ പറ്റത്തില്ല. ആ പൊസിഷന്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ചോദിക്കണം, മറ്റുള്ളവരുടെ പിന്തുണ ഉണ്ടെങ്കിലേ കയറാൻ പറ്റത്തുള്ളതാണോ? മറ്റുള്ളവരുടെ പിന്തുണ വേണ്ടല്ലോ ഇതിനകത്ത്. മറ്റുള്ളവരുടെ പിന്തുണ ആ ഒരു താരതമ്യമായിട്ടൊരു ബന്ധമില്ല. അതാ ഞാൻ പറഞ്ഞ വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന് പറയാൻ കാരണം അവിടെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷ, അല്ലെ യേശു ക്രിസ്തുവിലുള്ള രക്ഷ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സഹായമോ നമ്മുടെ പരിശ്രമ ഫലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു രക്ഷയല്ല യേശു ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ. പറഞ്ഞു തരാം, ഞാൻ പറയട്ടെ. നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു എന്നുള്ള പദവി യേശുവിന് മാത്രം കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ പോലെ, ഞാൻ പറയട്ടെ, യേശുവിനെ പോലെ മുൻകൂട്ടി പ്രവചിച്ച് ജനിച്ച് വളർത്തപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന വീണ്ടും വരുന്ന അത്രയ്ക്ക് യോഗ്യനായ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ യോഗ്യത പറയുമ്പോൾ അതിന്റെ കൂടെ കറക്ഷൻ കൂടെ പറയണം. ജെയ്സൺ പറയുന്നത് പോലെ യേശുവിന്റെ ക്രൂശ് മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർപ്പ് ഫിസിക്കൽ ഈവന്റ് അല്ല, അതൊരു സ്പിരിച്വൽ ഈവന്റ് ആണ്. യേശുവിന്റെ ക്രൂശീകരണം ഫിസിക്കൽ ഈവന്റ് അല്ല, യേശുവിന്റെ അടക്കം ഫിസിക്കൽ ഈവന്റ് അല്ല, യേശുവിന്റെ ഉയർപ്പ് ഫിസിക്കൽ ഈവന്റ് അല്ല. അത് ശരീരത്തിൽ സംഭവിച്ച കാര്യമേ അല്ല. പിന്നെ അടി കൊണ്ടതും പിന്നെ ആണി ഇറക്കപ്പെട്ടതും പിന്നെ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ടല്ലോ. 4 വയസ്സായ ഒരു കൊച്ച് നിങ്ങളടുത്ത് വന്ന് ചോദിക്കുകയാണ്, അപ്പ ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൻസർ ശരിയാണ്. എടാ, ഞാനും അമ്മയും കല്യാണം കഴിച്ച് ദൈവം നിനക്ക് ദാനമായി നൽകിയതാ, അങ്ങനെയാ നീ ഉണ്ടായ, സത്യമാണ്. പക്ഷെ ഈ അറിവും വെച്ചുകൊണ്ട് അവനൊരു കുടുംബജീവിതം തുടങ്ങാൻ പറ്റില്ല. അവൻ കുടുംബജീവിതം തുടങ്ങത്തില്ല. അവന് തുടങ്ങാൻ പറ്റില്ലെന്നേ പറഞ്ഞു. 4 വയസ്സ് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല. കുടുംബജീവിതത്തിലേക്ക് ഓരോ വളർച്ചയ്ക്കും അതിൻ്റെതായിട്ടുള്ള അറിവുണ്ട്. അതെ. അപ്പൊ ജെയ്സൺ ഇപ്പൊ സംസാരിക്കുന്നത് ജെയ്സണിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ നോളജ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞ ഈ നോളജ് എന്ന് പറഞ്ഞാൽ കൊച്ചപ്പ എന്ന് വിളിക്കുന്ന നോളജാ ഞാൻ പറഞ്ഞത്. കൊച്ചപ്പ എന്ന് വിളിക്കുന്ന നോളജ് പോലെ തന്നെയാണ് അവൻ രക്ഷയിലേക്ക് വരുന്ന നോളജ്. അതിനൊരു വ്യത്യാസവും ഇല്ല. അവിടെ തീരുന്നില്ല. കൊച്ചപ്പാന്ന് വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു കൊച്ചിനെ ഉണ്ടാക്കി അപ്പാന്ന് വിളിപ്പിക്കാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് അപ്പാന്നോ അമ്മയെന്നോ വിളിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു തിരിച്ചറിവാണ്. എനിക്കൊരു രക്ഷകനുണ്ട്, ഞാൻ പാപിയാണ്, ആ രക്ഷകനിലൂടെ എനിക്ക് രക്ഷയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഇവിടെ എല്ലാം ജീസസ് സംസാരിക്കുന്ന മതത്തിന്റെ അല്ല. നോ, ഇത് മതമല്ല. മനുഷ്യൻ 100% പാപി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണവും മനുഷ്യനെ ന്യായപ്രമാണം ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നു. ഇനി ന്യായപ്രമാണം എന്താന്ന് പോലും അറിയാത്തവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ഇനിയും ജനിക്കാനിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും രോഗിയാണോ? എല്ലാവരും പാപിയാണ്. രോഗിയാണോ എന്ന് വെച്ചാൽ മനുഷ്യനാണ്, രോഗം വരും. എല്ലാവരും രോഗിയാണോ? എല്ലാവരും രോഗിയാണോ വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല അറിയാൻ പറ്റുള്ളൂ. സെയിം വേ എല്ലാ മനുഷ്യരും പാപിയാണോ എന്നുള്ള ടെസ്റ്റാണ് ന്യായപ്രമാണം. അല്ല, ഈ ടെസ്റ്റിൽ കയറുമ്പോഴത്തേക്ക് ന്യായപ്രമാണം വെച്ചിരിക്കുന്നത് ന്യായപ്രമാണം കൊടുത്തത് സകല ലോകങ്ങൾക്കും അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ന്യായപ്രമാണം കൊടുത്തതാ. ന്യായപ്രമാണം കൊടുത്തത് ഇസ്രായേലിലേക്ക് ആണ്. അവര് മാത്രം ന്യായപ്രമാണത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇനി മാറ്റല്ലേ? ഇല്ല. അപ്പൊ ന്യായപ്രമാണം നമുക്ക് ആവശ്യമില്ല. ന്യായപ്രമാണം വെച്ച് നോക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പാപിയാണ്. ന്യായപ്രമാണം വെച്ച് നോക്കുന്ന ഇസ്രായേൽസിനോട് പറയുന്ന പല മാനദണ്ഡങ്ങൾ അതിനകത്തുണ്ട്. മനസ്സിലായി? നമ്മൾ പറഞ്ഞ കൽപ്പനകൾ, വിധികൾ, ചട്ടങ്ങൾ, ഇത് വെച്ച് നോക്കുമ്പോൾ സകലം അവർക്കുള്ള മാർഗമുണ്ട്. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഇസ്രായേൽസിന്റെ ഒരു മോഡൽ വെച്ച്, കാരണം ക്രിസ്തുവിനെ അവർക്കാണ് നൽകിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അവർക്കാണ് നൽകിയത്. യേശു ക്രിസ്തു ജീവിച്ചതും ജീവിതചര്യ എല്ലാം അവിടുത്തെയാണ് ആണല്ലോ. പറയട്ടെ, യേശു ജീവിച്ച ജീവിതത്തിലും എല്ലാം അവിടുത്തെയാണ്. പക്ഷേ അതിലൂടെ നമ്മൾ വായിക്കും, നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ. അപ്പോൾ ആ ഭാവം എന്ത് എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച്, അതിനാണ് എന്തുകൊണ്ട് ഈ ന്യായപ്രമാണം പുതിയ നിയമത്തിൽ തന്നില്ല? പുതിയ നിയമത്തിൽ ന്യായപ്രമാണം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഈ ന്യായപ്രമാണം യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ അതേ ഒരു പകർപ്പ് പുതിയ നിയമത്തിൽ വെച്ചില്ല.
പുതിയ നിയമത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റ് പഴയ നിയമത്തിനകത്തുള്ള എല്ലാം കൂടെ സംഗ്രഹിച്ചുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് പുതിയൊരു ന്യായപ്രമാണം നൽകിയിട്ടുണ്ട്. പറയട്ടെ, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു മോഡലാണ്. നമുക്ക് ആർക്കും നമ്മുടെ ജനറ്റിക്സ് വെച്ച് നമുക്ക് യഹൂദനോ അല്ലെങ്കിൽ ഇസ്രായേൽസോ ആവാൻ കഴിയില്ല. പിന്നെ നമുക്കൊരു ജീവിതചര്യ അനുഭവങ്ങളുടെ അറിവിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ പണം കൊടുത്ത് നമുക്ക് ഇസ്രായേൽസ് ആയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഞാൻ പറയുന്നത് വെറും ഒരു ക്രിസ്ത്യാനിറ്റിയെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞതല്ല. വീണ്ടും വീണ്ടും പല രീതിയിൽ സ്പ്ലിറ്റ് ആയി പോകുന്നു. കുറച്ച് നേരത്തെ ജെയ്സൺ തന്നെ പറഞ്ഞു ജീസസ് വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, ഇസ്രായേൽ ഗ്രഹത്തിൽ വേണ്ടിയിട്ടാണെന്ന് ജെയ്സൺ പറഞ്ഞു. വീണ്ടും ജെയ്സൺ ഇല്ല, ജീസസ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണെന്നല്ല. യഹൂദന്മാരോട് ദൈവം ഒരു വാഗ്ദത്തം കൽപ്പിച്ചിരുന്നു. ആ വാഗ്ദത്തത്തിൻ്റെ പേരിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ വന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു ന്യായപ്രമാണത്തിലോ അല്ലെ യേശുക്രിസ്തുവിൻ്റെ കാലയളവിലോ അവിടെ മാത്രം നിന്നിട്ട് കാര്യമില്ല. യേശുക്രിസ്തു പറഞ്ഞു തരുന്ന ആ ഒരു മാർഗത്തിൽ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അപ്പോൾ ശക്തി ലഭിക്കും. അപ്പോൾ സത്യത്തിൻ്റെ നീതിയുടെയുമുള്ള വഴികൾ നമുക്ക് ലഭിക്കും. അതെങ്ങനെ ലഭിക്കും? വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. അത് വിശ്വാസം മൂലം ലഭിക്കും. നിങ്ങളെല്ലാ ഞായറാഴ്ച വന്ന് സഭായോഗത്തിന് വന്നിരുന്ന് പാടിട്ട് പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ദൈവാത്മാവ് എന്നും നിങ്ങൾ പ്രാപിക്കുമോ ആ ദൈവാത്മാവ് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിലപ്പോൾ ഏതാണ് സത്യം, നിങ്ങൾ കൈയടിച്ച് പാടിട്ട് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ സ്വത്രാചിടാനോ സ്നാനപ്പെടാനോ ഒക്കെ നിങ്ങൾ അത് നടത്തുന്നെങ്കിൽ അത് ചെയ്തോളുക. അല്ലാതെ കോംപ്ലിക്കേറ്റ് പ്രോസസ്സാണ്. ആദ്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അതിനു മുമ്പ് നിങ്ങൾ വിശ്വാസത്തിൽ വരണം, അതിനു മുമ്പ് നിങ്ങൾ ജീസസിനെ കൈക്കൊള്ളണം, അതിനു മുമ്പ് നിങ്ങൾ രക്ഷ ഏറ്റു പറയണം, അതിനു മുമ്പ് നിങ്ങൾ സ്നാനപ്പെടണം. അതിന് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല. മതം ഞാനല്ല, ഇത് മതമല്ല. ദൈവം ഇങ്ങനെ ഒരു പ്രോസസ്സേ ഞാൻ ഈ പ്രോസസ്സ് ഒന്നും ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: വിശ്വസിക്കുക. യേശു ക്രിസ്തുവാണ് എന്റെ രക്ഷകൻ. എനിക്ക് രക്ഷയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന ഏക മാർഗ്ഗം. ഞാൻ അറിവ് വെച്ച നാള് മുതൽ, ചെറുപ്പത്തിൽ മുതൽ അപ്പം പറഞ്ഞതും അമ്മ പറഞ്ഞതും അപ്പനും അമ്മയും കൂടെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയി സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞതും സൺഡേ സ്കൂൾ ടീച്ചറും ഇവരെല്ലാവരും കൂടെ പറഞ്ഞ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം ഞാൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും പറഞ്ഞു, ഈ ക്രിസ്തീയ മതത്തിനകത്ത് ഈ CSI എന്ന് പറയുന്ന പ്രസ്ഥാനമല്ല ശരി, പെന്തിക്കോസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവിടെ പറയുന്ന രക്ഷയും സ്നാനവും ഈ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് അപ്പനും അമ്മയും എനിക്ക് ആ ടീച്ചിങ് തന്നു. ശരി, ഞാനത് സ്വീകരിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ 5 വർഷത്തിൽ കൂടുതൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ അവരുടെ ശുശ്രൂഷയിൽ ഞാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടും കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടും 5 വർഷം അലഞ്ഞു. ഒരു ദൈവപുരുഷനിലൂടെ തുറന്നു തന്നു. 5 വർഷം ഞാൻ പെന്തിക്കോസ് മേഖലയിൽ ശുശ്രൂഷിച്ചു. അത്ഭുതങ്ങൾ നടന്നു. അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടോടി. ഇതെല്ലാം ശുശ്രൂഷയും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഇതൊക്കെ മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൾട്ടാണെന്ന് ദൈവം എന്നെ അതിനകത്ത് നിർത്തി പഠിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ സത്യം എന്താണെന്ന് ജനങ്ങളടുത്തേക്ക് പറയാനുള്ള ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വേഷം കെട്ട് നടത്തിയത്. ഈ വേഷം കെട്ട് നടത്തി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന സാധനം വേണ്ട. അവർക്ക് വിസ വേണം, ചാപ്പാട് വേണം, കാറ് വേണം, അത് വേണം, ഇത് വേണം. ജനങ്ങൾക്ക് സത്യം വേണ്ട. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സംസാരിക്കുന്നത് വേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ എഴുതി വെച്ചു. ഇതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷൻ കൂടെ വരുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് മുഴുവൻ ദൈവം എന്നിൽ കൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരു കൾട്ടും ഇല്ല. അങ്ങനെ പിന്നെ ഇത് കൾട്ടെന്ന് പറയേണ്ടി വരും. കാരണം ലൂക്കോസ് പറഞ്ഞത് കൾട്ടെന്ന് പറയേണ്ടി വരും. അന്ന് ദൈവാത്മാവിൽ ചില ജനങ്ങൾ സംസാരിച്ചു, എഴുതി വെച്ചു എങ്കിൽ, എഴുതി വെക്കാത്തതാണ് കൂടുതലെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ അപ്പോയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ദൈവമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൾട്ടാണെങ്കിൽ ആ കൾട്ട് എന്ന് പറയേണ്ടത് കറക്റ്റ് ചെയ്യേണ്ട ദൈവമാണ്. പാസ്റ്ററല്ല, അച്ഛന്മാരല്ല, ഈ മനുഷ്യരാരെയും അല്ല, കെയർ ഓഫിലല്ല ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് കൾട്ടാണ്, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഈ ലോകത്ത് അനേക ക്രിസ്തുക്കളില്ല. ഈ ലോകത്ത് അനേക ക്രിസ്തുക്കളെ എഴുന്നേൽപ്പിച്ചിട്ടില്ല ദൈവം, ഇനിയും എഴുന്നേൽപ്പിക്കത്തില്ല.